ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ ഗായകൻ മുഹമ്മദ് റാഫിക്ക് കോഴിക്കോട് നഗരത്തിൽ മ്യൂസിയം ഒരുങ്ങുന്നു. അരബിന്ദ് റോഡിൽ നിർമ്മിക്കുന്ന മ്യൂസിയത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിൽ കാണാൻ റഫിയുടെ മകനും ഗായകനുമായ ഷാഹിദ് മുഹമ്മദ് റാഫി കോഴിക്കോടെത്തി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ റഫി ആരാധകരുള്ള നഗരമാണ് കോഴിക്കോട്. കോഴിക്കോട് ടൗൺ ഹാളിലും മാനാഞ്ചിറയിലും ടാഗോർ ഹാളിലും ജൂബിലി ഹാളിലും നടക്കുന്ന സംഗീത പരിപാടികളിൽ മുഹമ്മദ് റാഫിയുടെ ഗാനങ്ങൾ ആലപിക്കാത്ത ഒരു പരിപാടി പോലും ഉണ്ടാകാറില്ല. അതേ നഗരത്തിലെ അരബിന്ദ് ഘോഷ് റോഡിൽ 4 സെന്റ് സ്ഥലം വിട്ടുകൊടുത്താണ് മുഹമ്മദ് റഫിക്കായി മ്യൂസിയം നിർമ്മിക്കുന്നത്. മുഹമ്മദ് റഫി ഫൗണ്ടേഷൻ നിർമ്മിക്കുന്ന മ്യൂസിയത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നേരിട്ട് കാണാനായി എത്തിയ മകൻ ഷാഹിദ് റാഫിക്കും പറയാനുണ്ടായിരുന്നത് കോഴിക്കോട്ടുകാരുടെ റഫി പ്രണയത്തെക്കുറിച്ചാണ്. As I told you before, I have visited the whole world and I've seen fans all over. But where the population of my father's fans are concerned, I think Calicut has got more. 70 ലക്ഷം രൂപ ചെലവിലാണ് റഫിക്കായി മ്യൂസിയം നിർമ്മിക്കുന്നത്. 2020 തറക്കല്ലിട്ടെങ്കിലും സാങ്കേതിക തടസ്സവും കോവിഡുമെല്ലാം തുടക്കത്തിൽ പ്രതിസന്ധിയായി. എന്നാൽ ജനകീയ പങ്കാളിത്തത്തോടെ വീണ്ടും പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണെന്ന് മുഹമ്മദ് റഫി മ്യൂസിയം ചെയർമാൻ KV സക്കീർ ഹുസൈൻ പറഞ്ഞു. പിന്നെ പേഴ്സണലി തന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ, അതുകൂടെ തന്നെ ഫാൻസും കൂടെ തന്നിട്ട് തന്നെ തീർക്കണമെന്നാണ്. പ്രത്യേകിച്ച് കാലിക്കറ്റിനെ കുറിച്ച് അറിയാലോ, എല്ലാവരും റഫി ആരാധകരായതുകൊണ്ട് മാക്സിമം ആളുകളെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റഫിയെ നെഞ്ചേറ്റുന്ന കോഴിക്കോട്ടുകാർ വെള്ളയിലിൽ നിന്ന് പ്രധാന ബീച്ചിലേക്ക് പോകുന്ന റോഡിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ പേര് നൽകിയിരുന്നു. സാക്ഷാൽ മുഹമ്മദ് റഫി തന്നെ കോഴിക്കോട് 2 തവണ നേരിട്ടെത്തി ജനസഹസ്രങ്ങളെ സാക്ഷിയാക്കി സംഗീത പരിപാടി അവതരിപ്പിച്ചിട്ടുമുണ്ട്. അതേ നഗരത്തിൽ രാജ്യത്തിന്റെ പ്രിയപ്പെട്ട ഗായകന് മ്യൂസിയവും ഉയരുകയാണ്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.